നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. നമുക്ക് പുട്ടിന്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ഇടിയപ്പത്തിന്റെ കൂടെ, അപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു മിക്സഡ് വെജിറ്റബിൾ കുറുമയാണ്. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ മിക്സഡ് വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് വ്യത്യസ്തമായ രീതിയാണ്. ഇത് അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ രീതി. രണ്ട് രീതിയാണ്, രണ്ട് ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മൾ പല റെസ്റ്റോറൻറ്റ്സിലും പോകുമ്പോൾ പല രീതിയിലുള്ള കുറുമകളല്ലേ നമുക്ക് കിട്ടുക. ഇപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ജില്ലകളിൽ പോയാലും ഓരോ റെസ്റ്റോറൻറ്റ്സിൽ പോകുമ്പോൾ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ് കിട്ടുക. അപ്പോൾ ഈ രീതിയിൽ കുറുമ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ, എല്ലാവർക്കും ഇഷ്ടമാവും. അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിലും അധികം ബുദ്ധിമുട്ടില്ലാതെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അധികം ടൈമും വേണ്ട. കുക്കറിലെല്ലാം കൂടി ചേർത്ത് കുക്ക് ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു കുറുമയുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കുറുമ ഇഷ്ടമായോ ഇല്ലയോ എന്ന് വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ എങ്ങനെയാണ് കുറുമ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ആ കുറുമക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആ ഫ്രോസൺ പീസ് തന്നെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. അതെ, അപ്പൊ നമ്മള് സാധാരണ കുക്ക് ചെയ്ത ഗ്രീൻ പീസ് ഒക്കെ ചേർത്തിട്ടാണ് കുറുമ ഉണ്ടാക്കുക. അപ്പൊ ഈ പ്രാവശ്യം എല്ലാവരും ഒന്ന് ഫ്രോസൺ പീസ് ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നമ്മുടെ വെജിറ്റബിൾ കുറുമയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 2 ഉരുളക്കിഴങ്ങ്, 2 ക്യാരറ്റ്, 3 പച്ചമുളക്, ഒരു 10 ബീൻസ്, ഇത്രയുള്ള ഒരു പീസ് ഇഞ്ചി, അതുപോലെ ഒരു 10 അല്ലി വെളുത്തുള്ളി, 1 കപ്പ് ഗ്രീൻ പീസ്. ഇത് ഫ്രോസൺ പീസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് വേണം. അപ്പോൾ വെജിറ്റബിൾസ് ഇത്രയാണ് എടുക്കുന്നത്. ആദ്യം ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രോസൺ പീസിന് പകരം നമ്മൾ ഉണങ്ങിയ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അതാണ് ചേർക്കുന്നതെങ്കിൽ ഗ്രീൻ പീസ് ഒന്ന് ഹാഫ് കുക്കായി കഴിയുമ്പോൾ നമ്മുടെ വെജിറ്റബിൾസിലേക്ക് ചേർത്തിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ പൊട്ടറ്റോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ അതിനേക്കാൾ കുറച്ചുകൂടി ചെറുതായിട്ട് ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ ബീൻസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകൊന്ന് 2ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിലൊന്ന് മുറിച്ചിട്ടുണ്ട്. സവോളയും നീളത്തിൽ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസ് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒഴികെ ബാക്കിയുള്ളതെല്ലാം ഒരുമിച്ച് ചേർത്തിട്ടാണ് കുക്ക് ചെയ്യുക. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്തത്. കുക്കറിൽ കുക്ക് ചെയ്യുന്നുണ്ട്. ഇല്ല നമ്മൾ പാനിലോ ചട്ടിയിലൊക്കെയാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി ചെറുതായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കുക്കറിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ ഒരു 2 പീസ് പച്ചമുളക്, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ്, ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ കുറുമയായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അധികം വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യരുത്. ഈ വെജിറ്റബിൾസ് കുക്കാവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിക്കുക. ഇപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് മതി. ഈ ഒരു വെള്ളത്തിൽ തന്നെ ഇത് കുക്കായിക്കോളും. അപ്പോൾ ഇത് ഒരു വിസിൽ വരട്ടെ. ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുക്കർ ഒരു വിസിൽ വരാൻ വേണ്ടിയിട്ട് അടുത്ത ബർണറിലേക്ക് മാറ്റി വെച്ചു. ഇപ്പോൾ നമുക്കിതിൻ്റെ മസാലകൾ റെഡിയാക്കി എടുക്കാം, അരയ്ക്കാനുള്ളത്. അപ്പോൾ ആദ്യം ചീനച്ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഈ കറി വെളിച്ചെണ്ണയിൽ ചെയ്താലാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങയൊക്കെ അരയ്ക്കുന്നതുകൊണ്ട് വെളിച്ചെണ്ണയിൽ ചെയ്താലാണ് പെർഫെക്റ്റ് ടേസ്റ്റ് ആവുക. ഇതിലേക്ക് നമുക്ക് ഒരു 4 ഗ്രാമ്പൂ, അതുപോലെ തന്നെ 1 പീസ് പട്ട, പിന്നെ ഒരു 4 ഏലക്ക, 1 ടീസ്പൂൺ പെരുംജീരകം, നല്ല ജീരകമല്ല കേട്ടോ. അതൊന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും. 1 സവോള എടുത്തിട്ടുള്ളൂ നമ്മൾ ഇതിലേക്ക്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങയും സവോളയും എല്ലാം ചേർത്ത് അരയ്ക്കുമ്പോൾ അരപ്പ് ആവശ്യത്തിനുണ്ടാവും. ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള അരപ്പുണ്ടാവും. അപ്പോൾ കുക്കർ ഒരു വിസിൽ വന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഈ സവോള ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ചില ഹോട്ടലുകളിൽ നമ്മൾ പോകുമ്പോൾ കുറുമയിൽ തക്കാളി ചേർക്കാറുണ്ട്. എനിക്ക് ആ തക്കാളിയുടെ പുളി കുറുമയിൽ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ തക്കാളി ഒന്നും ആഡ് ചെയ്യുന്നില്ല. തക്കാളിയുടെ പുളി താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം.
ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് നമ്മുടെ പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ മഞ്ഞൾപ്പൊടി വെജിറ്റബിൾസിൽ ചേർത്തിട്ടുണ്ട് എങ്കിലും അരപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുക. അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എരിവും അതുപോലെ തന്നെ നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടല്ലോ ഇപ്പോൾ വെജിറ്റബിൾസ് കുക്ക് ചെയ്യാൻ വെച്ചപ്പോൾ, അതിൻ്റെ എരിവ് മതി. മുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ കുറുമയുടെ കളർ മാറിപ്പോവും. പിന്നെ ഞാനിപ്പോൾ ഇതാ ഒരു പിടി, അതായത് ഒരു 10-12 കാഷ്നട്ട് ചേർക്കുന്നുണ്ട്. കാഷ്നട്ട് ചേർത്താൽ കുറുമയ്ക്ക് ആ ഒരു തിളക്കവും അതുപോലെ തന്നെ നമ്മുടെ ഗ്രേവിക്ക് ഒരു തിക്നെസ് ഉണ്ടാവുള്ളൂ. പിന്നെ ചേർക്കുന്നത് നമ്മുടെ തേങ്ങ ചിരവിയത്. നമ്മുടെ ഗ്രേവി എത്ര തിക്കായിട്ട് വേണം എന്നുള്ളതനുസരിച്ച് നമുക്ക് തേങ്ങ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കുന്നുണ്ട്. ഈ തേങ്ങയും കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടായി വരിക. തേങ്ങയൊക്കെ ഒന്ന് ചൂടായാൽ മതി. ഇപ്പോൾ ഞാൻ കാഷ്നട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്തൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ ചില റെസിപ്പികൾ ചെയ്യുമ്പോൾ നമ്മൾ കാഷ്നട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വയ്ക്കാറുണ്ട്. ഇതിപ്പോൾ തേങ്ങ എല്ലാം കൂടെ ചേർത്ത് അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ കാഷ്നട്ട് മാത്രമാണ് അരച്ച് ചേർക്കുന്നതെങ്കിൽ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് തന്നെ അരയ്ക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ ചൂടൊന്ന് മാറി വരുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ. തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവുക, മസാലകളൊക്കെ തേങ്ങയിലേക്കൊന്ന് മിക്സ് ആവുക, ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ചൂട് മാറി വരുമ്പോൾ നമ്മളിനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്തിട്ടാണ് ഇത് അരയ്ക്കുക. അപ്പോഴാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ടേസ്റ്റി ആയിട്ടുള്ള കുറുമയുടെ ഗ്രേവി റെഡി ആവുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ മല്ലിയിലയാണ്. മല്ലിയില ഇപ്പോൾ ഇതിലേക്ക് ചേർക്കരുത്, നന്നായിട്ട് വാടിപ്പോവും. മല്ലിയില ഫ്രഷ് ആയിട്ട് തന്നെ അരയ്ക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സിൻ്റെ ചൂടൊന്ന് മാറി വരട്ടെ. അപ്പോൾ ഇതാ നമ്മൾ റെഡിയാക്കിയ നമ്മുടെ അരപ്പിനുള്ള മിക്സ് ചൂട് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി കുറച്ച്, അതായത് ഇത്രയും ഒരു പിടി എന്ന് പറയാം, നമ്മൾ നന്നായിട്ട് ഒതുക്കി പിടിക്കുകയാണെങ്കിൽ ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് അരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇടിയപ്പത്തിനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കട്ടെ. വെള്ളം ചേർത്തിട്ട് കുറേ വെള്ളം ചേർക്കണ്ട, കുറച്ച് വെള്ളം ചേർത്തിട്ട് അരയ്ക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയിട്ട് നമുക്കൊന്ന് തുറക്കാം. കണ്ടോ, വെജിറ്റബിൾസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. കഷ്ണങ്ങളൊന്നും ഒരുപാടങ്ങ് ഉടഞ്ഞു പോവില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തുകൊണ്ടാണ് ഉടഞ്ഞു പോകാതിരിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, ഇത് കണ്ടോ, ഞാൻ ഇതുപോലെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. അധികം വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത്. ഈ അരപ്പ് ഇതിലേക്ക് ചേർക്കാം. ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഈ അരപ്പ് നമ്മുടെ വെജിറ്റബിൾസിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൽ കോളിഫ്ലവർ ചേർക്കണമെങ്കിൽ കോളിഫ്ലവർ ചേർക്കാം. പിന്നെ മഷ്റൂമോ ക്യാപ്സിക്കം ഏതാണോ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, നമ്മുടെ ഗ്രേവി കുറച്ച് തിക്കാണ്. ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടൊന്ന് മാറി വരുമ്പോൾ കുറച്ചുകൂടി തിക്കായി പോകും. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർത്തു. ഇപ്പോൾ ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് വെജിറ്റബിൾസ് കുക്ക് ചെയ്യാൻ വെച്ചത്. പിന്നെ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് അരപ്പ് അരച്ചെടുത്തത്. ഇപ്പോൾ 1/2 കപ്പും കൂടി, അങ്ങനെ 2 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് ഇത്രയും വെജിറ്റബിൾസിലേക്കായിട്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്കിനി നമ്മുടെ പെരുംജീരകം പൊടിച്ചതുണ്ടല്ലോ, ഡ്രൈ റോസ്റ്റ് ചെയ്യാതെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഞാനിത്. ഇതൊരു 1/2 ടീസ്പൂൺ ചേർക്കാം കേട്ടോ. പെരുംജീരകത്തിൻ്റെ ടേസ്റ്റും സ്മെല്ലും എല്ലാം കൂടി വരുമ്പോഴാണ് ആ കുറുമയ്ക്കൊരു പ്രത്യേക രുചി ഉണ്ടാവുക. ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരിക, അത്രയേ ഉള്ളൂ കേട്ടോ. വളരെ ഈസി അല്ലേ ഈ കുറുമ, കണ്ടിട്ട് തന്നെ എളുപ്പമായിട്ട് തോന്നുന്നില്ലേ. കോളിഫ്ലവർ ഒരു മീഡിയം വലിപ്പത്തിലുള്ള പീസുകളായിട്ട് നമുക്ക് കുക്കറിൽ തന്നെ കുക്ക് ചെയ്യാം. പക്ഷേ ക്യാപ്സിക്കം ആഡ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് എണ്ണയിൽ വഴറ്റിയിട്ട് ആഡ് ചെയ്യാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാപ്സിക്കം കുക്കറിൽ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറിപ്പോവും. അപ്പോൾ ടേസ്റ്റ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ക്യാപ്സിക്കം കഴിക്കാൻ അത്ര സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്യാപ്സിക്കം എണ്ണയിൽ വഴറ്റി ചേർക്കാമെന്ന് പറഞ്ഞത്. ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ഇതുപോലെ കുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട്, എരിവ് ചെക്ക് ചെയ്തിട്ട്. ഉപ്പ് കുറവാണ് കേട്ടോ, കുറച്ച് ഉപ്പ് ചേർക്കണം.
എരിവ് കറക്റ്റാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പച്ചമുളകും കുരുമുളക് പൊടിയും എല്ലാം ചേർത്തുകൊണ്ട് തന്നെ എരിവ് കറക്റ്റായിട്ടുണ്ട്. ഓവറായിട്ടുള്ള എരിവല്ല. നമുക്കിപ്പോൾ അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ എരിവാണ്. പിന്നെ ഒരു പിഞ്ച് പഞ്ചസാര, ഒരേ ഒരു പിഞ്ച് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ, ആ എരിവൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. പിന്നെ കറിയുടെ ടേസ്റ്റും കൂടും ഇതുപോലെ പഞ്ചസാര ചേർത്താൽ. അപ്പോൾ ഇനി കറി കുറുകി പോവുകയാണെങ്കിൽ, നിങ്ങൾ കറി റെഡിയാക്കി വെച്ചു കഴിക്കാൻ എടുക്കുമ്പോൾ കുറുകി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ലൂസായി കിട്ടും. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് വറവ് ചേർക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക്, ഒരു 1/4 ടീസ്പൂൺ കടുക്, അധികം ആവണ്ട. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ചേർക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ പെരിഞ്ജീരകം മാത്രമേ ഉള്ളൂ എന്ന്. പെരിഞ്ജീരകത്തിൻ്റെ ആണ് കുറുമയുടെ ടേസ്റ്റ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. 2-3 വറ്റൽമുളകും ചേർക്കുക. വറ്റൽമുളക് ചേർത്തിട്ട് ഞാൻ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ വറ്റൽമുളകിൻ്റെ കളർ മാറിപ്പോവും. വീണ്ടും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ നമ്മൾ ആകെ 1 ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഇതൊന്ന് ചേർത്ത് ഇളക്കി ഈ മഞ്ഞൾപ്പൊടി ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമുക്ക് റെഡിയാക്കിയിരിക്കുന്ന കുറുമയിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ കറിയുടെ കളർ കുറച്ചുകൂടി ഭംഗിയാവും. ഇതൊക്കെ ചെറിയ ചെറിയ ടിപ്സാണ് കേട്ടോ, ഇങ്ങനെ നമ്മുടെ കറി ഭംഗിയാക്കാനുള്ള ടിപ്സ്. അപ്പോൾ നമുക്കിത് കറിയിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ നമ്മൾ വറവ് റെഡിയാക്കിയത് കറിയിലേക്ക് ആഡ് ചെയ്യാണ്. ഇനി എല്ലാം ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ള കളറാവും കറിക്ക്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് മല്ലിയിലയാണ്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് മല്ലിയില ചേർക്കുന്നത്. ടേസ്റ്റിനുള്ള മല്ലിയില നമ്മൾ അരച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വറവിൻ്റെ കൂടെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം. പക്ഷേ കറിവേപ്പിലയും മല്ലിയിലയും കൂടി വരുന്നതിനേക്കാൾ മല്ലിയില മാത്രം ചേർക്കുന്നതാണ് എനിക്കിഷ്ടാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ മല്ലിയില മാത്രം ചേർക്കുന്നത്. കറിവേപ്പില വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ കുറച്ച് മല്ലിയില ചേർക്കാം കേട്ടോ, അധികം ഒന്നും വേണ്ട. ഇത്രയും മതി. നമുക്ക് ഇതും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇടിയപ്പമൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് ചേർത്തിട്ട് പ്രസൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമയും ഇടിയപ്പവും റെഡി ആയിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിലിടാം കേട്ടോ, ഇടിയപ്പത്തിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക്. എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ കമൻറ്റ്സ് വരും ഇടിയപ്പം ചെയ്യുമോ ചേച്ചിന്ന് ചോദിച്ചിട്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എൻഡ് സ്ക്രീനിലിടാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതുണ്ടോ, ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിനേക്കാൾ കുറച്ചുകൂടി ഗ്രേവി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് കുറച്ച് കുറുമയൊക്കെ എടുക്കുകയാണ്. ഇടയ്ക്കൊക്കെ നിങ്ങളൊക്കെ ഒന്ന് കൊതിപ്പിച്ചില്ലെങ്കിൽ പിന്നെ എന്താ രസമല്ലേ. അപ്പോൾ തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട് ഞങ്ങളിവിടെ ഇടിയപ്പം ഉണ്ടാക്കാറുള്ളത്. ചില ഹോട്ടലുകളിൽ നമ്മൾ തേങ്ങ ഇല്ലാത്ത ഇടിയപ്പം കാണാറുണ്ട്. അപ്പോൾ കഴിക്കൂ, കഴിച്ചിട്ട് അഭിപ്രായം പറയൂ. കഴിച്ചിട്ട് അഭിപ്രായം പറയാം. സൂപ്പർ ടേസ്റ്റ്, ഇഷ്ടപ്പെട്ടു. ഇടിയപ്പം എങ്ങനെയുണ്ട്? ഇടിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്, കറി നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കൂ, ഞങ്ങൾ ഇടിയപ്പവും കുറുമയൊക്കെ കഴിക്കട്ടെ. അപ്പോൾ കണ്ടു കഴിഞ്ഞ് നിങ്ങളുണ്ടാക്കി കഴിക്കുക. അതെ, കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. വേഗം ഉണ്ടാക്കാമല്ലോ, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. ബീൻസ് ഉണ്ടാവും, ക്യാരറ്റ് ഉണ്ടാവും, ഉരുളക്കിഴങ്ങ് ഉണ്ടാവും. വേറെ പ്രത്യേകിച്ച് വാങ്ങിക്കാമെന്ന് പറയാൻ മല്ലിയില മാത്രമേ ഉള്ളൂ. അതിപ്പോൾ അടുത്തുള്ള കടകളിലൊക്കെ എപ്പോഴും ഉണ്ടാവും, ഇല്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.